അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം ഖുബൈല സുബ്ഹി ആണോ അല്ല ബഅദൽ ഫജ്രി ഖലീലൻ അങ്ങനെയാണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട്. രണ്ടായിരുന്നാലും മഹാനായ അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സൂഫിയാക്കളും ഔലിയാക്കളും ആരിഫീങ്ങളുമായ ആളുകൾ അവരിൽ പലരും പറഞ്ഞത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമൊന്നുമില്ല എന്നാണ്. നബിതങ്ങളെ പ്രസവിക്കുന്നതിന്റെ ആരംഭം കുറിച്ചത് സുബ്ഹിക്ക് മുമ്പും അതിന്റെ പൂർത്തീകരണമുണ്ടായത് സുബ്ഹിക്ക് ശേഷവുമായതുകൊണ്ട് രണ്ടു നിലക്കും റിപ്പോർട്ട് വന്നതാണ് എന്നത്രേ അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണം. മഹാനവറുകൾ ആ സമയത്തെ സംബന്ധിച്ച് ദുആക്ക് വലിയ ഇജാബത്തുള്ള സമയമാണെന്നും ആ സമയം പരിഗണിക്കണമെന്നും രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ചെയ്തു വരുന്ന സൽക്കർമ്മങ്ങൾ നിർത്തിക്കളയണമെന്നൊന്നും ആരും ഫത്വ കൊടുക്കരുത് എന്നാണ് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അദബുകേടായ വാചകങ്ങൾ ഒരിക്കലും നമ്മിൽ നിന്നും വരാതെ അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. മഹാനായ അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവിടുന്ന് പറഞ്ഞത് ശിഷ്യൻ എടുത്ത് ഉദ്ധരിക്കുകയാണ്. കിതാബുൽ ഇബ്രീസ് എന്ന് പറയുന്ന തസൗഫിന്റെ മഹത്തായ ഗ്രന്ഥത്തിൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മമാസത്തിൽ അതിന്റെ എല്ലാ രാത്രികളും ഹയാത്താക്കി എത്രയോ പണ്ഡിതന്മാരുണ്ട്. റബീഉൽ അവ്വൽ 12 ആ 12ന്റെ അന്ന് രാത്രി പ്രത്യേകം ഹയാത്താക്കി എത്രയോ മഹാന്മാരുണ്ട്. എന്നാൽ സുബ്ഹിന് മുമ്പുള്ള സമയവും ശേഷമുള്ള സമയവും തുടർന്ന് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകൾ ഇവിടെ പറഞ്ഞില്ലേ, സുബ്ഹിക്ക് മുമ്പ് തുടങ്ങി ശേഷവും തുടരും എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ തുടർന്നുകൊണ്ട് ചെയ്ത എത്രയോ മഹാന്മാരുണ്ട്. അതുകൊണ്ട് ഒന്നിനെയും ആരും വിമർശിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിള്ളലുണ്ടാക്കാനുള്ള പരിശ്രമം അത് മനഃപൂർവ്വമായാലും അല്ലെങ്കിൽ അബദ്ധം പറ്റിയതായാലും അള്ളാഹു അങ്ങനെ പറഞ്ഞു പോയവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ.